കേരളത്തിന്റെ പ്രതീക്ഷ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ മഴയിലാണ്. ആ മാസങ്ങളിൽ കൂടി മഴ കുറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിലും ജലലഭ്യതയിലും വൈദ്യുതോൽപാദനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നുള്ളതാണ് വിദഗ്ധരടക്കം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ കാലത്തെയും നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യമാണല്ലേ മാഡം നിലവിലുള്ളത്? അതെ, ഇത് നമ്മൾ മൺസൂണിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോർകാസ്റ്റിൽ തന്നെ, ഫസ്റ്റ് സ്റ്റേജ് ഫോർകാസ്റ്റിൽ തന്നെ ഇന്ത്യ ഒട്ടുക്ക് കാലവർഷം ദുർബലമായ സാഹചര്യമുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഏപ്രിൽ 15-ാം തീയതിയായിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ ഫോർകാസ്റ്റ്. സെക്കൻഡ് സ്റ്റേജ് ഫോർകാസ്റ്റ് നമ്മൾ മെയ് അവസാനത്തോടു കൂടി പറഞ്ഞു. അതിലും റിവൈസ്ഡ് ഫോർകാസ്റ്റിലും നമുക്ക് ശരാശരി ലോങ് പീരീഡ് ആവറേജിൻ്റെ 90% മഴ മാത്രമേ ഇന്ത്യ മുഴുവനും ഈ കാലവർഷക്കാലത്തേക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ഇന്ത്യയുടെ മാപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒട്ടുമിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യ ഒട്ടുക്കെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മഴ ശരാശരിയിൽ കുറവാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ജൂൺ മാസത്തിൽ ഇന്ത്യ ഒട്ടുക്ക് മഴ കുറവായിരുന്നു. കേരളത്തിലെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. കേരളത്തിലും മഴ വളരെ കുറവായിരുന്നു ജൂൺ മാസത്തിൽ. ഇനി ജൂലൈ മാസത്തിലെ ഫോർകാസ്റ്റിലും ഇന്ത്യ മുഴുവനും, കേരളം ഉൾപ്പെടെ ഇന്ത്യ മുഴുവനുമുള്ള പ്രദേശങ്ങളിൽ ശരാശരിയിൽ ഭൂരിഭാഗം പ്രദേശത്തും എന്ന് പറയാം, കുറച്ച് ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ, തെലങ്കാന പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം ശരാശരി മഴയോ അല്ലെങ്കിൽ ശരാശരി ഒരു അല്പം കൂടുതലോ ഒക്കെ കിട്ടുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളിലും ജൂലൈ മാസത്തിലും മഴ കുറവായിരിക്കും എന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കേരളം പോലെയുള്ളൊരു സ്ഥലത്ത്, കേരളത്തിൽ പൊതുവെ ഏറ്റവും കൂടുതൽ മഴ കിട്ടേണ്ട 2 മാസങ്ങളാണ് ജൂണും ജൂലൈയും. അതിൽ തന്നെ ജൂലൈയാണ് മൺസൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മാസമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജൂൺ മാസത്തെ ശരാശരിയിൽ നിന്നും 31% മഴ കുറവാണ് കിട്ടിയത്. അപ്പോൾ ഇനി വരുന്ന ജൂലൈയിലും അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ ആകെ കൂടിയുള്ള മഴ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ശരാശരിയിൽ കുറവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. നമുക്ക് മഴ തരുന്നതിന് സഹായകരമായ രീതിയിലുള്ള ഈ വെതർ സിസ്റ്റംസ്, ലോ പ്രഷർ ഏരിയ, ഡിപ്രഷൻ പോലെയുള്ളത് ജൂൺ മാസത്തിൽ ഒന്നുപോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ന്യൂനമർദ്ദ പാത്തിയുടെ ഒരു സ്വാധീനം കഴിഞ്ഞ നാളുകളിൽ ഇല്ലായിരുന്നു. ചക്രവാത ചുഴിയുടെയൊക്കെ ഒരു അത് ഈ മൺസൂൺ പൊതുവെ ശക്തമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾക്ക് പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നിട്ടൊരു ന്യൂനമർദ്ദ പാത്തിയെ നമ്മൾ ഓഫ് ഷോർ ട്രഫ് എന്നാണ് പറയുന്നത്. നമ്മുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി എന്ന നിലയ്ക്ക്. അപ്പോൾ ഈ വർഷം അത് വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്നത് തന്നെ പലപ്പോഴും വടക്കൻ കേരളത്തിൽ മാത്രമേ അതിൻ്റെ സ്വാധീനം കൂടുതലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് അത്രയധികം സ്വാധീനം അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വരുന്ന ഒരാഴ്ചയിലാണ് ഈ സാഹചര്യം ഒന്ന് മാറുന്നത്. അതായത് ജൂലൈ ആദ്യത്തെ ആഴ്ചയിലാണ് സാഹചര്യം ഒന്ന് മാറാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നൊരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത്, അതായത് ഒറീസ വെസ്റ്റ് ബംഗാൾ തീരത്തോട് ചേർന്നിട്ടൊരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കരയുന്ന ശേഷം അന്ന് ശക്തി പ്രാപിക്കാൻ ഒരുപക്ഷെ അതൊരു ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്താനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഫോർമേഷൻ നടക്കുന്ന ഈ സമയത്ത്, ന്യൂനമർദ്ദം ഉണ്ടാകുന്നൊരു സമയത്ത് പൊതുവെ കേരളത്തിൽ മഴ കൂടുതലുണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3-ാം തീയതിയും 4-ാം തീയതിയും കേരളത്തിൽ മഴ കുറച്ച് കൂടാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ന്യൂനമർദ്ദം പിന്നെ വടക്ക് പടിഞ്ഞാറായിട്ട് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പം മധ്യപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗം, അതായത് വെസ്റ്റേൺ മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ വീണ്ടും ഈ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് മഴ കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നത്. അത് ഒരു എന്താ പറയുക, അങ്ങനെയാണ് കാറ്റിൻ്റെ ഒരു വിൻഡ് പാറ്റേൺ അങ്ങനെയാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും, അതായത് 6-7 തീയതികളിൽ നമുക്ക് വീണ്ടും കേരളത്തിൽ കുറച്ചുകൂടി മഴ കൂടുതൽ കിട്ടാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സമയത്തും ഈ പറയുന്ന ഓഫ് ഷോർ ട്രഫ് അല്ലെങ്കിൽ ഈ ന്യൂനമർദ്ദ പാത്തി, തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ പാത്തി രൂപപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പ്രഷറിൽ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിലുമുള്ള ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്നത്, അതും ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയും. അതായത് ബോംബെ ട്രിവാൻഡ്രം തമ്മിലുള്ള പ്രഷറിൻ്റെ വ്യത്യാസമാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ ആ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റും ശക്തിയാവാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം കൂടി ഒത്തുവരുമ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക്
ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമുണ്ട്. ഒരു സാധാരണ ഒരു മൺസൂൺ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ന്യൂനമർദ്ദ പാത്തിയുടെ ഒരു സാന്നിധ്യം നമുക്ക് വളരെ കുറവായിരുന്നു തന്നെ വേണം പറയാനായിട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.